നസ്രുദ്ദീൻ ഹോജ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ഒരു സൂഫി ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ നർമ്മം നിറഞ്ഞ കഥകൾക്ക് ആധുനിക ലോകത്തും വലിയ പ്രസക്തിയുണ്ട്. വെറുമൊരു തമാശ എന്നതിലുപരി വിമർശനാത്മക ചിന്ത, സാമൂഹിക മൂല്യങ്ങൾ എന്നിവ വളർത്താനുതകുന്നവയാണ് ഹോജയുടെ കഥകൾ. പൊതുസ്ഥാപനങ്ങളെയും അഴിമതിക്കാരായ അധികാരികളെയും പരിഹസിക്കുന്നതിൽ ഹോജ എന്നും മുൻപന്തിയിലായിരുന്നു. ഇന്നത്തെ കഥയിലേക്ക് കടക്കുന്നതിനു മുൻപായി എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും ഏതെങ്കിലും ഓഫീസുകളിൽ നിന്ന് അഴിമതിയോ കൈക്കൂലിയോ നേരിട്ടിട്ടുണ്ടോ? അന്ന് നിങ്ങൾ എന്താണ് ചെയ്തത്? ശരി, അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹോജ അഴിമതിക്കാരനായ ഒരു ന്യായാധിപനോട് എന്താണ് ചെയ്തതെന്ന് നമുക്ക് കേൾക്കാം. പണം കൊടുത്താൽ ആർക്കും അനുകൂലമായി വിധി പറയുന്ന, കൈക്കൂലി വാങ്ങുന്നതിൽ പേരുകേട്ട ഒരു ന്യായാധിപനായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. ഇതറിഞ്ഞ ഹോജ അദ്ദേഹത്തെ ഒരു പാഠം പതിപ്പിക്കാൻ തീരുമാനിച്ചു. ഹോജയുടെ ഒരു കേസ് ഈ ന്യായാധിപന്റെ മുന്നിൽ വിസ്താരത്തിന് വന്നപ്പോൾ ഹോജ 1/2 ഡസൻ ഭരണികൾ സംഘടിപ്പിച്ചു. ആ ഭരണികളിൽ മുഴുവൻ മണ്ണു നിറച്ച ശേഷം മുകൾ ഭാഗത്തു മാത്രം നേരിയതായി അല്പം തേനൊഴിച്ചു. കേസ് പരിഗണിക്കുന്നതിനു മുൻപായി ഹോജ ഈ ഭരണികൾ ന്യായാധിപന് രഹസ്യമായി നൽകി. ന്യായാധിപൻ അതിലൊരു ഭരണി തുറന്നു നോക്കുകയും അതിൽ മികച്ച തേനാണെന്ന് കണ്ട് സന്തോഷിച്ച് ഹോജയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയും ചെയ്തു. പിന്നീട് ന്യായാധിപൻ ഈ ഭരണികൾ തന്റെ വീട്ടിൽ കൊണ്ടുപോയി തുറക്കാനാവശ്യപ്പെട്ടപ്പോഴാണ് അതിൽ താഴെ മുഴുവൻ മണ്ണാണെന്നും താൻ കബളിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നത്. ദേഷ്യം വന്ന അദ്ദേഹം ഉടൻ തന്നെ ഹോജയെ വിളിപ്പിച്ചുകൊണ്ടുവരാനായി തന്റെ ഭൃത്യനെ അയച്ചു. ഭൃത്യൻ ഹോജയുടെ വീട്ടിലെത്തി വിവരമറിയിച്ചു. ന്യായാധിപൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്നദ്ദേഹം പുറപ്പെടുവിച്ച വിധിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നും അക്കാര്യം നിങ്ങളുമായി സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുകേട്ട ഹോജ വളരെ ശാന്തനായി ഭൃത്യനോട് മറുപടി പറഞ്ഞു. ന്യായാധിപൻ പുറപ്പെടുവിച്ച വിധിയിൽ യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നം ആ തേൻ ഭരണികൾക്കാണ് എന്നദ്ദേഹത്തോട് പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹോജ തന്റെ വാതിലടച്ചു. അധികാരികളുടെ അഴിമതിയെയും അധികാര ദുർവിനിയോഗത്തെയും നർമ്മത്തിലൂടെയും തന്റെ പ്രായോഗിക ബുദ്ധിയിലൂടെയും ഹോജ എങ്ങനെ തുറന്നു കാണിക്കുന്നുവെന്നാണ് ഈ കഥ വ്യക്തമാക്കുന്നത്.